സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമസ്തയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. സമസ്തയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മന്ത്രി ആരോപിച്ചു. ചർച്ചകൾ തുടരുകയാണ്. അതായത് സംസ്ഥയുടെ അവരുടെ ഉന്നത ഭാരവാഹികളുമായി ഞാനിന്ന് കണ്ണൂർ വന്നതിന് ശേഷം സംസാരിച്ചു. ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്നും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ. അതാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെൻറ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കാഡമിക്കായിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുമായൊരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജെഫ്രി തങ്ങളുമായിട്ട് സംസാരിച്ചു. അവരുമായുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്.